വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ രാവിലെ 5 മണിക്ക് എണീറ്റ് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. രാവിലത്തെ കുറേ ജോലികളുണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓരോ ദിവസങ്ങളും എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കും കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുത്താം കേട്ടോ. എന്നും ഒരുപോലെ ആകുമ്പോഴത്തേക്കും നമുക്കും ബോറടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സമയങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിൽ വന്ന് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്കും ദിനു അതാ ടി വിയിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഡിവോഷണൽ സോങ്സ് വെക്കും കേട്ടോ, അതൊക്കെ വെക്കുമായിരുന്നു. പിന്നെ രാവിലത്തെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ഞാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്യണം. പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ കറികളാണ് വെക്കാൻ പോകുന്നത്, എന്തൊക്കെ ജോലികളാണ് തീർക്കാനായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ തലേന്ന് രാത്രിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. രാവിലെ ഈ കട്ടിങ് ക്ലീനിങ്ങും അങ്ങനെയുള്ള ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിന്ന് സാമ്പാർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോ ഒന്നും ക്ലീൻ ചെയ്ത് വെച്ചു, കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പാലക്ക് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ പാലക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഐഡിയ വേണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് രാവിലെ ചെയ്യാൻ പോകുന്നത്. അതനുസരിച്ചിട്ട് തലേന്ന് വൈകിട്ട് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് മഷ്റൂം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഷ്റൂം ആണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് സിപ്ലോ കവറിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്, രാവിലത്തെ ജോലി എളുപ്പമാക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും വീക്കെൻഡിൽ. അതിന് വേണ്ടിയിട്ട് കറിവേപ്പില, മല്ലിയില, പച്ചമുളക് ഇതൊക്കെ നമ്മൾ മേടിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നമ്മളൊന്ന് മാറ്റി ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് ടിന്നിലേക്ക് ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലൊരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കേടാവില്ല കേട്ടോ. അതുപോലെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനൊരു 3-4 ദിവസത്തേക്കുള്ള എന്തായാലും വീക്കെൻഡിൽ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വീക്ക് ഡേയ്സിൽ ഈസി ആകും. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാണ്. പിന്നെ അതുപോലെ പച്ചമുളകും ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി ടിന്നിൽ കണ്ടെയ്നറിൽ ഇട്ട് നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക. അതുപോലെയാണ് മല്ലിയില, പുതിനയില ഇതൊക്കെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ പുതിനയില ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് മാത്രമാണ് പുതിന വാങ്ങിക്കാറ്. അതേസമയം മല്ലിയിലയാണെങ്കിൽ നമ്മൾ എല്ലാത്തിലും അത്യാവശ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് മല്ലിയില മേടിച്ച് വയ്ക്കും. മല്ലിയില ഇതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈർപ്പം വരും. നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ ഈർപ്പം വരും. അപ്പോൾ അങ്ങനെ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടാകും. അതിനാണ് മുകളിലും കൂടെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അതും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഈ സാധനങ്ങളൊക്കെ റെഡിയാണ്. അതുപോലെ തന്നെ ഞാൻ 2 തേങ്ങ വെച്ചിട്ട് ചിരണ്ടി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ തീരുമ്പോൾ പിന്നെ അടുത്തത് 2 എണ്ണം എടുത്ത് ചിരണ്ടി വെക്കും. അപ്പോൾ നമുക്ക് ഈസി ആണല്ലോ. നമുക്ക് തേങ്ങ വേണ്ട സമയത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓവനിൽ ഒരു 10-30 സെക്കൻഡ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ വരും. അപ്പോൾ നമുക്കത് സാധാരണ പോലെ തന്നെ അരച്ചാണെങ്കിൽ അരച്ച് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഈസി ആയിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അരിഞ്ഞൊക്കെ വെക്കുക. അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീക്കെൻഡിലൊന്ന് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതാ ഞാൻ സാമ്പാർ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഇനി കട്ട് ചെയ്യാനായിട്ട് ഒനിയനും പൊട്ടറ്റോയും വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ വിസിൽ വെച്ച് അടപ്പ് വെച്ച് അടച്ച് വെക്കുകയാണ്. എന്നിട്ടൊരു 2-3 വിസിലൊക്കെ ഞാൻ അടുപ്പിക്കുമ്പോഴത്തേക്കും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വരും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സവോളയൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ മഷ്റൂം റോസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സവോള വേണം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മയാണെങ്കിൽ എനിക്കിപ്പോൾ തലേന്ന് എല്ലാം കട്ട് ചെയ്ത് വെച്ച് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും കൂടെ ഈസിയാണ് കേട്ടോ. അമ്മമാരുള്ളപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, അമ്മയെല്ലാം കട്ട് ചെയ്തൊക്കെ തരും. അപ്പോൾ അമ്മയോട് പ്രത്യേകം ഞാൻ പറയും, രാവിലെ എഴുന്നേറ്റ് വരരുത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം, അല്ലാണ്ടെങ്കിൽ കിടന്നുറങ്ങിക്കോളാൻ പറയും. അപ്പോഴത്തേക്കും അത് ദിനു ജിമ്മിൽ പോകാനായിട്ടൊക്കെ റെഡിയായി ദിനു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മഷ്റൂം ആണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ
പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ, കൈയൊക്കെ എപ്പോഴും നമ്മുടെ എന്തായാലും ക്ലീൻ ആയിരിക്കും, അപ്പോൾ കൈയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പാത്തു ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ പാവം തോന്നും കേട്ടോ, പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുമ്പോഴാണ്. അവളാണെങ്കിൽ തന്നെ എഴുന്നേറ്റ് വരുന്ന കൂട്ടത്തിൽ തന്നെ പുതപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് പില്ലോ ഒക്കെ എടുത്ത് വെച്ച് തന്നെ ഇങ്ങനെ കിടന്നോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകാൻ നേരം വിളിക്കുമ്പോഴാണ് എനിക്കും മടി. രാവിലെ എണീറ്റ് വന്ന് ഇങ്ങനെ ഒരു വഴക്കുമില്ലാതെ അവിടെ കിടന്നോളും കേട്ടോ. അപ്പം അവൾ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പം TV ഒക്കെ ആണെങ്കിൽ ഒന്ന് വോളിയം കുറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാൽക്കണിക്ക് ഒന്ന് ചെറുതായിട്ട് അടച്ചു, പിന്നെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് മാറിയതുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും അസുഖങ്ങൾ, ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാത്ത് അവിടെ കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ കിച്ചണിൽ വന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ തേങ്ങ നമുക്ക് വേണം. അപ്പോൾ തേങ്ങ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓവനിലൊരു 30 സെക്കൻഡ് വെച്ച് ഒന്ന് ചൂടാക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് ആ ഒരു തേങ്ങ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മഷ്റൂം റോസ്റ്റ് വയ്ക്കാനായിട്ട് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. പിന്നെ തേങ്ങാക്കൊത്ത്, നിറയെ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മഷ്റൂം റോസ്റ്റിന് തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏകദേശം ടെക്സ്ചറൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. എന്നിട്ട് അതിലേക്ക് 2 വറ്റൽമുളകും കൂടെ നമ്മൾ നെടുകെ മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് 2 സവോള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൊച്ചുള്ളി ഇടുന്നില്ല, 2 സവോളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റാൻ വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് ACV ആപ്പിൾ സിഡാർ വിനീഗറാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ചില ദിവസം ജീരകവെള്ളമായിരിക്കും, പിന്നെ ചില ദിവസം കൊറിയാൻഡർ സീഡ് ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കാം, പെരുംജീരകം ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി കുടിക്കാം. ഞാൻ കൂടുതലും ACV തന്നെ കേട്ടോ കുടിക്കാറ്. അങ്ങനെ ഞാൻ ACV ഒക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സവാളയൊക്കെ ഒന്ന് വാടി വന്നു. അതിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ചട്ടിക്കകത്തായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതാ പാലക്ക് തോരൻ വെക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഞാൻ ഒരുപാട് തവണ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും റെസിപ്പി കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ പാലക്ക് നമ്മൾ ഇട്ടപ്പോൾ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നല്ലേ, അതങ്ങ് ചുങ്ങി ഇത്ര ആയിട്ടുണ്ട്, ഒരു ശക്കലം ആയിട്ടുണ്ട്. കാരണം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഒത്തിരി ഉണ്ടെന്ന്, പക്ഷേ അത് വെന്ത് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുറയും കേട്ടോ. അങ്ങനെ പാലക്ക് തോരൻ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കറണ്ട് പോയി കേട്ടോ. ഈ രാവിലെയൊക്കെ കറണ്ട് പോകുമ്പോൾ ഭയങ്കര പാടാണ്. കാരണം രാവിലെ നമ്മളെല്ലാവരും ധൃതി വെച്ച് ജോലികൾ തീർക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോഴേക്കും കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ പെൻഡിങ് ആകും. അപ്പം ഞാനിതാ പാലക്ക് തോരനും അതുപോലെ തന്നെ മഷ്റൂം റോസ്റ്റും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നതിലേക്ക്. അപ്പോൾ അമ്മയാണെങ്കിൽ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളിയൊക്കെ റെഡിയാക്കി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ അമ്മയുടെ ഫോൺ ഇപ്പുറത്ത് ലൈറ്റ് ഓണാക്കി വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിച്ചത്, അത് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഒരു 3/4 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ പൊടികളൊക്കെ ഒന്ന് 2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാനിത് മിക്സ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അതുകൊണ്ട് അതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലിക്കും മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ്. അപ്പോൾ ഇതാ ഇഡ്ഡലിയുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ കുറച്ച് മാവ് ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കും, പിറ്റേ ദിവസം ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള മാവിലേക്ക്, ഇന്ന് എടുക്കാൻ ഉപയോഗിക്കുന്ന മാവിലേക്ക് മാത്രം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മാവ് പുളിച്ച് റെഡിയാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി ലേറ്റായിട്ടാണ് രാത്രിയിൽ അരച്ച് വെച്ചാൽ. ഞങ്ങൾ അമ്പലത്തിൽ ഇസ്കോണിലും അയ്യപ്പൻ്റെ അമ്പലത്തിലും ഒക്കെ പോയിട്ട് രാത്രി ലേറ്റായിട്ടാണ് വന്നത്. അതിനുശേഷം പിന്നെ ഞാൻ അരച്ചൊക്കെ വെച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ചൂടൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു രാവിലത്തേക്ക് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മഷ്റൂം റോസ്റ്റ് ആണെങ്കിലും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കറണ്ട് വരും, ഇടയ്ക്ക് കറണ്ട് പോകും കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഇതാ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതും ഒന്ന് വറ്റി ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരുത്തുക. കുറച്ചും കൂടെ പെപ്പർ പൗഡർ വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് അതൊന്ന് വേവിക്കുകയാണ്. അപ്പോഴേക്കും സാമ്പാർ റെഡിയായി. അതിലേക്ക് കടുക് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറികളൊക്കെ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നു, ജോലികളൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാത്തുനും സ്കൂളിൽ നിന്ന് ഇഡ്ഡലി തന്നെ കൊടുത്തു വിടുന്നത്. അവർക്ക് ഇഷ്ടമാണ് ഇഡ്ഡലിയും സാമ്പാറും കൂടെ കൊടുത്തു വിട്ടാൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പെരുംജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റാണ്, എല്ലാം മസാലയൊക്കെ പാകത്തിനാണ്. അപ്പം നിങ്ങൾ മഷ്റൂം ഞാൻ എത്ര എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 ഗ്രാം മഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കുറയും, എന്നാലും 400 ഗ്രാം മഷ്റൂം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഷ്റൂം റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദിനു ജിമ്മിൽ നിന്ന് വന്നിട്ട് പാത്തുവിനെ എഴുന്നേപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ എണീപ്പിച്ച് കഴിഞ്ഞപ്പം ഇനി ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരമൊക്കെ കാണിച്ചിരിക്കുക. അപ്പൂപ്പനും അമ്മൂമ്മയും വന്നപ്പോഴത്തേക്കും കുറച്ച് കൊഞ്ചലൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ദിനുവിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ജോവാ റൊട്ടി അതിനിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോവാ റൊട്ടിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഇട്ടേക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇത് ദിനുവിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് സ്മൂത്തിയാണ്. ഓട്സ്, ഡേറ്റ്സ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ ആപ്പിളിൻ്റെ ഹാഫ്, ഇന്നിപ്പോൾ സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി 2 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ അരച്ചിട്ടുണ്ടായിരുന്നതാണ് സ്മൂത്തി. പിന്നെ പാത്തുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പാത്തുവിനെയൊക്കെ പല്ല് തേപ്പിച്ച് അമ്മ കൊണ്ടുവന്നിട്ട് അമ്മ തന്നെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കൂടെയാണ് അവൾ കഴിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് ദിനുവിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ജോവാ റൊട്ടി. അതുപോലെ തന്നെ കറികൾ വെച്ചിട്ടുണ്ടായിരുന്ന പാലക്ക് തോരൻ, മഷ്റൂം റോസ്റ്റ്, പിന്നെ മുട്ടയുടെ എഗ് വൈറ്റും ഒരു എഗ്ഗ് ഫുള്ളായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാനായിട്ട് 4 മണിക്കൊക്കെ റോസ്റ്റഡ് ചനയും കൂടെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ദിനുവിൻ്റെ ലഞ്ച്. പിന്നെ പാത്തുവിൻ്റെ ടിഫിൻ എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലി ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റും കുറച്ച് ക്യാഷ്നട്ട് 2-3 ക്യാഷ്നട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്തുവിൻ്റെ ടിഫിനും റെഡിയായി. കൂട്ടത്തിൽ വെള്ളവും കൂടെ വെക്കും കേട്ടോ, ഒക്കെ കുടിക്കാനായിട്ട് വെള്ളം കൂടെ വെക്കും. അപ്പോൾ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കിയത് ദിനു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോ കഥയൊക്കെ പറയുവാണ് എന്തൊക്കെയോ. അപ്പോൾ ദിനുവിന് പോകാൻ സമയമായി. പാത്തുവാണെങ്കിൽ ഇങ്ങനെ ലേറ്റാക്കി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ദിനു ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ പാത്തുവിനെ ഞാൻ റെഡിയാക്കി. കാരണം അവൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ആ ഒരു ജോലി മാറി കിട്ടിയായിരുന്നു. അപ്പം അതാണല്ലോ, പിള്ളേരെ ഫുഡ് കഴിപ്പിക്കാനാണല്ലോ ഏറ്റവും പാട്. അപ്പോൾ ഇതാ ഞാൻ പാത്തുവിനെ റെഡിയാക്കി ഷൂസൊക്കെ ഇടിപ്പിച്ച് അങ്ങനെ അച്ഛൻ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് അച്ഛൻ റെഡിയായി ഇറങ്ങി ലിഫ്റ്റ് കയറാൻ നേരമായപ്പോഴത്തേക്കും അവൾ വഴക്കുണ്ടാക്കണം, അമ്മയും കൂടെ വരണം, അമ്മ എന്നെ കൊണ്ടുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി ലേറ്റായി. ഇനിയിപ്പം ഞാൻ റെഡിയായി വരാൻ സമയമില്ല, ഇന്നിപ്പോൾ വിളിക്കാനായിട്ട് ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ അവളെ വിട്ടു കേട്ടോ. അവളാണെങ്കിൽ വീട്ടിൽ നിന്ന് വാതിൽ തുറന്നിറങ്ങുന്നിടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ലിഫ്റ്റ് കയറാനായിട്ട് വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്വിച്ച് ഇട്ട പോലെയാണ് സ്വഭാവം മാറിയത്. എനിക്കിന്ന് പോകണ്ട, അമ്മ എന്നെ കൊണ്ടുവിട്ടാൽ മതി എന്നൊക്കെ പല കാര്യങ്ങളായി. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ലിഫ്റ്റിനകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വിളിക്കാനായിട്ട് ഞാൻ തന്നെ വരും, അപ്പോൾ വരത്തില്ല, ഞാൻ തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. ആപ്പിളും സ്ട്രോബെറിയും ചിയ സീഡ്സും അതുപോലെ പംകിൻ സീഡ്സ്, പിന്നെ സൺഫ്ലവർ സീഡ്സ്, ഡേറ്റ്സ്, ബദാം, ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ആപ്പിളും സ്ട്രോബെറി ഒഴികെ ബാക്കിയൊക്കെ എല്ലാം കൂടെ ഒന്ന് ലോ ഫാറ്റ് മിൽക്കിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് അടച്ചു വെക്കും. എന്നിട്ട് രാവിലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആപ്പിളും സ്ട്രോബെറിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. സ്മൂത്തിയെക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് അമ്മയോട് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. അച്ഛനാണെങ്കിൽ അവളെ വിടാൻ പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇനിയിപ്പം ഇന്ന് സൂംബ ക്ലാസ് ഇല്ല, അതുകൊണ്ട് കുറച്ച് സമയം നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും അതുകൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞാൻ നടക്കാൻ 1 മണിക്കൂറോളം പോയിട്ട് ഞാൻ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ എക്സസൈസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും അതും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നടക്കാനൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അമ്പലത്തിൽ ഇസ്കോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന്, അവിടുന്ന് മേടിച്ചതാണ് ഈ ഒരു കൃഷ്ണനും രാധയും കൂടെയുള്ള ഈ ഒരു സ്റ്റാച്ചു. അപ്പം അത് ഞാനിങ്ങനെ ഒന്ന് അതിൻ്റെ ഒരു കോട്ടിങ്, ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് എടുത്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു
സൈഡിൽ കൃഷ്ണൻ്റെ ഒരു കുഞ്ഞ് ഗുരുവായൂരിൽ നിന്ന് മേടിച്ചതാണ്, ഒരു കുഞ്ഞ് കൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുവന്ന് കൃഷ്ണനും രാധയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ തൂത്തുവാരുകയും കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകുകയും അവർ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ജോലികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കിച്ചണിൻ്റെ ഈ ഒരു ടൈലും ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. കാരണം ഓയിലിൻ്റെയും കുക്ക് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീണിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പാടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. സമയം കിട്ടുന്ന പോലെ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തില്ലെങ്കിലും കുറച്ചായിട്ട് ചില ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി ഇടാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് പോവാണ്. ഇനിയിപ്പോൾ എനിക്ക് സമയം കിട്ടുന്നത് പോലെ തന്നെ ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം കിച്ചണിനകത്തെ കബോർഡിനകത്തെ സാധനങ്ങളൊക്കെ മാറ്റിയെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കിയൊക്കെ ഒതുക്കി വെക്കണം. ബാക്കി തുണികളൊക്കെ ആണെങ്കിൽ ഒന്ന് മടക്കി ഒതുക്കാനായിട്ടൊക്കെ ഉണ്ട്. കബോർഡൊക്കെ എല്ലാം ഒന്ന് വാരി വലിച്ചൊക്കെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. സമയം കിട്ടുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിച്ചണിലെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് വന്ന് ബെഡ്റൂമിലെ ഷീറ്റൊക്കെ ഒന്നുകൂടെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റ് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് അധികം വൃത്തികേടാകാതെ അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ലൊരു ദിനചര്യയിലേക്ക് വരിക എന്നുള്ളത്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, രാത്രി നേരത്തെ കിടക്കുക, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ഓരോ ദിവസവും നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അല്ലാതെ നമ്മൾ വെറുതെ ഉറക്കം തൂങ്ങിയിരുന്ന് ഓരോ ദിവസവും വെറുതെ വേസ്റ്റാക്കി കളയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അപ്പോൾ അതാ എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ മാങ്ങ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാറിടാമെന്നും പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മ മാത്രമല്ല, അച്ഛനാണെങ്കിലും വീട്ടിലെ അത്യാവശ്യം എല്ലാ ജോലികളും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ പകുതിയിലധികം ജോലി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇവരുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ്ങും ബാക്കി പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ കിൻവയുടെ റെസിപ്പി, കിൻവ പുലാവിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ വീഡിയോയ്ക്കും ലെങ്ത് കൂടുതലായതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് എന്തായാലും ഞാൻ ആഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ഞാൻ മറന്നു പോയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്